നമസ്കാരം, ഇഫക്ട് ന്യൂസിലെ ഏവർക്കും സ്വാഗതം. ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ 2 ക്രിസ്ത്യാനികൾ ഉണ്ടാകണം എന്നെഴുതി വെച്ചതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് എന്താണ് കാര്യം? അപ്പൊ അതുകൊണ്ട് മതസ്ഥാപനങ്ങളിൽ ഇതര മതസ്ഥരുണ്ടാകണം എന്ന ഒരു വ്യവസ്ഥയിലൂടെ ആ വ്യവസ്ഥ കൊണ്ടുവന്നാൽ തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഒരു കളിമണ്ണ് കൊണ്ട് പാത്രം ഉണ്ടാക്കുന്നത് പോലെ ഒരു ആശയ നിർമ്മിതി ഉണ്ടാക്കിയെടുക്കാം എന്ന് കരുതുന്ന ആളുകൾക്കെതിരായ സമരം ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സമരം. അത് ഇന്നും നാളെയുമായി ഇപ്പോൾ തീരാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് കേസ് കൊടുത്തിട്ടുണ്ട്. അവര് കപിൽ സിബലിനെ വെച്ചുകൊണ്ട് കേസ് നടത്ത ജുഡീഷ്യൽ റിവ്യൂവിലേക്ക് ഈ ബില്ല് പോവുകയാണ്. എത്ര കാലം എടുക്കും നമുക്കറിയാൻ പറ്റില്ല. റിവ്യൂ എന്ന് പറയുന്നത് വളരെ നീണ്ട നടക്കുന്ന ഒരു കാര്യമാണ്. കാരണം അയോധ്യ കേസ് തന്നെ വിധി വന്നപ്പോൾ ഉണ്ടായ വൈചിത്ര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കാണണം. പക്ഷെ അത് നമ്മുടെ ഒരു പ്രോസസ്സാണ്. ഒരു രാജ്യത്ത്, ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് ഒരു കാര്യവും കോടതിയാൽ ചോദ്യം ചെയ്യപ്പെടാതെ പോകരുത് എന്ന വാശി കാണിച്ചുകൊണ്ട് ആ കേസ് കൊടുത്തത് നന്നായി. പക്ഷേ എനിക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ളത്, നിങ്ങൾക്കിടയിലുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളോടും സംസാരിക്കണം. പലപ്പോഴും ഇതിനെ എതിർക്കുന്ന വിഭാഗങ്ങളായ നമ്മളെല്ലാം എതിർക്കുന്നവരാണ്. അവര് മൊത്തത്തിൽ RS എന്നവരോട് അവരെ കണ്ടാൽ സംസാരിക്കില്ല, അവരുടെ മുണ്ടില്ല, അവർ അവരോടാണ് കൂടുതൽ. ഇത് നിങ്ങളുടെ കൂടെയുള്ളവർക്ക് കൊണ്ട് കാര്യമില്ല. ഈ വഖഫ് ഭൂമിയിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത് 2 നോൺ മുസ്ലിംസ് വന്നതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ദളിതുകളായിട്ടുള്ളവർക്ക് എന്താ പ്രയോജനം? ബ്രാഹ്മണരായിട്ടുള്ളവർക്ക് എന്താ പ്രയോജനം? അവർക്കൊന്നും ഒരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് വളരെ ശാന്തവും ക്ഷമാപൂർവവുമായ ഒരു നീണ്ട സമരത്തിൽ കൂടെ മാത്രമേ നമ്മുടെ രാജ്യത്തിന്റെ മതേതര സ്വഭാവം നമുക്ക് വീണ്ടെടുക്കാൻ കഴിയൂ. ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ മതേതരം എന്ന് പറയുന്ന വാക്ക് നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടെങ്കിൽ പോലും അതൊരു ഡെഡ് ലെറ്റർ ആയിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് പ്രയോജനമില്ല, യൂസബിൾ അല്ല. കാരണം ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതേതര രാഷ്ട്രമാണ് എന്ന ആ ഭരണഘടനയെ ഉപയോഗിച്ചുകൊണ്ട് നോൺ മുസ്ലിം മെമ്പർമാരുണ്ടാകണം. അതിന്റെ യുക്തി എന്താണ്? നോൺ മുസ്ലിം എന്ന് പറഞ്ഞാൽ സിഖാണോ, ക്രിസ്ത്യനാണോ, ഹിന്ദുവാണോ, പാഴ്സിയാണോ? അവർക്കൊക്കെ ഇവിടെ എന്താണ് കാര്യം? അവർക്ക് ഇവിടെ എന്താ കാര്യം? അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല. അത്തരത്തിലുള്ള ഈ ഭരണകൂടത്തിന്റെ നീക്കങ്ങൾക്കെതിരായി, ഇത്തരം വ്യവസ്ഥകൾ അടിച്ചേൽപ്പിക്കുന്നതിനായി നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം. ന്യൂനപക്ഷങ്ങൾ അത് രംഗത്ത് മുന്നോട്ട് വരും. അവരാണ് അതിൽ വേദനിക്കുന്നവർ. അവരൊക്കെയാണ് ആ പ്രശ്നത്തിൽ ഏറ്റവും ഒന്നാമത്തെ സ്റ്റേക്കുള്ളവര്. അവരാണ്. പൗരത്വ ബില്ലിനെ ഒരു വലിയ തലയിൽ ചെറുത്തു നിൽക്കാൻ നമുക്ക് സാധിച്ചു. നിയമം അവിടെ ഉണ്ട്, പക്ഷെ ആ നിയമം നടപ്പാക്കുന്നതൊന്നും വളരെ എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഈ നിയമത്തിന്റെ കാര്യത്തിലും ആ നിയമമായിട്ട് അവിടെ നിൽക്കുമ്പോൾ തന്നെ അത് നടപ്പിക്കുന്നത് ഒരു വിഡ്ഢിത്തമാണ് എന്ന് ഇതിന്റെ പ്രയോക്താക്കൾക്ക് തന്നെ തോന്നിലേക്ക് ജനവികാരം വളർത്തിക്കൊണ്ടുവരിക എന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ സമരത്തെ കാണുന്നത്. കുട്ടികൾ, ചെറുപ്പക്കാരികൾ, അതുപോലെ തന്നെ വിദ്യാർത്ഥിനികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അവരെല്ലാം തെറ്റിലിറങ്ങി മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് അവരുടെ സഹജീവികളോട് പറയുന്ന ഈ വർത്തമാനത്തിന് ഒരിക്കലും അത് വൃഥാവിലാവില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ പ്രയോജനമുണ്ടാകും എന്ന ആത്മവിശ്വാസത്തോടും സംതൃപ്തിയോടും കൂടി ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് അഭിവാദനം. തെരുവിലിറങ്ങുക സോദരരെ, തെരുവിലിറങ്ങുക സോദരരെ. വഖഫ് ബില്ല് ഭേദഗതി മുസ്ലിം വംശഹത്യ പദ്ധതിയാണ്. മുസ്ലിം വംശഹത്യ പദ്ധതിയാണ്. നന്മയ്ക്കായി ദാനം ചെയ്ത സ്വത്തും ഭൂമിയും തട്ടിയെടുക്കാൻ നിയമം നനയ്ക്കും സംഘപരിവാർ.
പള്ളികളും കബറുകളും സേവനശാലകളും മുസ്ലിം സ്വത്തവകാശം പദ്ധതിയാണ്. ഇൻകുലാബ് ഇൻകുലാബ് സിന്ദാബാദ്. ജിഐഒ സിന്ദാബാദ്. ജിഐഒ സിന്ദാബാദ്. പ്രതിഷേധാർത്ഥം ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. വഖഫ് സ്വത്ത് സംരക്ഷിക്കാൻ തെരുവിലിറങ്ങുക സോദരരെ. തെരുവിലിറങ്ങുക സോദരരെ. ബില്ല് ഭേദഗതി മുസ്ലിം വംശഹത്യ പദ്ധതിയാണ്. മുസ്ലിം വംശഹത്യ പദ്ധതിയാണ്. ഇൻകുലാബ് സിന്ദാബാദ്. ജിഐഒ സിന്ദാബാദ്. ജിഐഒ സിന്ദാബാദ്. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാൻ. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.